ഹലോ ആൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. വലിയ പ്രത്യേകതയുള്ള ഒരു ദിവസമൊന്നുമല്ല കേട്ടോ, ഒരു നോർമൽ ഹാപ്പി ഡേ. പൈതബൈ ഞാൻ കാര്യം പറയാം. എന്നാൽ കാശിക്കുട്ടൻ്റെ ചോറൂണായിരുന്നു കേട്ടോ അമ്പലത്തിൽ വെച്ചിട്ട്. അപ്പോൾ ഇതെൻ്റെ അച്ഛമ്മയുടെ തറവാട്ടിലെ അമ്പലമാണ് കേട്ടോ. അച്ഛമ്മ ഇപ്പോൾ ഇല്ല, അച്ഛമ്മ ഞങ്ങളെ വിട്ടു പോയിട്ട് ഏകദേശം 3 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛമ്മയുടെ സ്വന്തം നാടായ അക്കിപ്പാടത്തുള്ള അമ്പലത്തിലാണ് കേട്ടോ നമ്മൾ ചോറൂണിന് പോയിട്ടുള്ളത്. അച്ഛമ്മയും കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് കേട്ടോ. കാരണം ചെറിയ കുട്ടികളൊക്കെ നന്നായിട്ട് നോക്കും, നന്നായിട്ട് കെയർ ചെയ്യും. വയസ്സായ ആൾക്കാർ നമ്മളെ വീട്ടിലുള്ളപ്പോൾ തന്നെ ഒരു ഐശ്വര്യം എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഞങ്ങളുടെ 3 കാര്യത്തിലാണെങ്കിലും പേരക്കുട്ടികളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ആൾ ഫുൾ റെസ്പോൺസിബിൾ ആൻഡ് കെയറിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ ഞാൻ അച്ഛമ്മേനെ മിസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഈ 2ാമത്തെ ഡെലിവറി കഴിഞ്ഞ ആ സമയത്താണ്. കാരണം ഫസ്റ്റത്തെ ഡെലിവറി കഴിഞ്ഞ് നടക്കുന്ന സമയത്തും പിന്നെ കുട്ടി വലുതായി ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തൊന്നും കുട്ടിയുടെ അടുത്ത് നിന്ന് അച്ഛമ്മ മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവരുടേതായ എല്ലാ കാര്യങ്ങളും അവർക്ക് പറ്റണതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഇന്ന് കാശിക്കുട്ടൻ്റെ ചോറൂണായിരുന്നു. ഞങ്ങൾ ചോറ് കൊടുക്കാൻ വേണ്ടി ഇരുന്നു. പിന്നെ അവർ വിളമ്പി തന്ന ഓരോരോ പായസം, പപ്പടം, ചോറ് എല്ലാം കൂട്ടി അവൻ്റെ ചെവിയിൽ പേര് വിളിച്ചിട്ട് അച്ഛൻ്റെ മടിയിലിരുത്തിയിട്ടാണ് നമ്മൾ ചോറ് കൊടുക്കുക. എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ചിലയിടത്തൊക്കെ മാമന്മാരാണല്ലേ. അപ്പോൾ ഇവൻ്റെ ശരിക്കുള്ള പേര് അശ്വിത് എന്നാണ്, നമ്മൾ കാശിക്കുട്ടൻ എന്ന് വിളിക്കും. പക്ഷേ അമ്പലത്തിൽ നിന്ന് നമ്മൾ ശ്രീഹരി എന്നാണ് വിളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ അമ്പലത്തിൽ അവനെ ശ്രീഹരി എന്നാണ് വിളിച്ചത്. ടോട്ടലി 3 പേരുണ്ട് കേട്ടോ അവന്. ഫുഡ് കൊടുക്കുന്ന സമയത്ത് തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആട്ടുണ്ട് കേട്ടോ. ഫുഡൊന്നും ആൾക്ക് ഇപ്പോഴും ഇഷ്ടമല്ല. വെള്ളം, പാല് അതൊക്കെ കുഴപ്പമില്ല കേട്ടോ. ഫുഡ് കഴിക്കണേ ഇല്ല കേട്ടോ കുട്ടി. അപ്പോൾ ചോറ് കൊടുക്കുമ്പോഴും വായ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ചോറ് കൊടുത്തപ്പോൾ അല്ലിക്കും വേണമെന്നായിരുന്നു വാശി. ഇപ്രാവശ്യം പിന്നെ അവൾ ഇതങ്ങനെ തലയിട്ട് നാണൊക്കെ കാണിക്കണം. പിന്നെ നെക്സ്റ്റ് അല്ലിയാണ് കേട്ടോ കൊടുത്തത് കുട്ടിക്ക് ചോറ്. പിന്നെ ആ സൈഡിൽ നിൽക്കുന്നതിൻ്റെ അമ്മയാണ്. അപ്പം അങ്ങനെ അമ്മയും എല്ലാവരും കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അവന്. ഇത് കൂടാതെ ഇനിയുണ്ട് കേട്ടോ 2-3-4 അമ്പലങ്ങളിൽ. നമുക്ക് കണ്ണൂർ മുത്തപ്പൻകാവിലൊക്കെ ഉണ്ട്. രാവിലെ അമ്പലത്തേക്ക് വരുന്ന ടൈമിൽ കേരള സാരി എടുക്കണം എന്നാട്ടോ വിചാരിച്ചത്. ടൈം കിട്ടിയില്ല. കുറച്ച് സമയം നമുക്ക് മുൻകൂട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യായിരുന്നു. പക്ഷെ ഒക്കെ ചടപടാന്ന് പെട്ടെന്നായിരുന്നു. തലേ ദിവസമാണ് കേട്ടോ തീരുമാനിച്ചത്. പിന്നെ എൻ്റെ അനിയത്തി കൊടുത്തു. പിന്നെ ഇതിൻ്റെ അച്ഛമ്മയുടെ അനിയത്തിയാണ് കേട്ടോ. അച്ഛമ്മയുടെ അനിയത്തി കൊടുത്തു. ഈ അമ്പലം ഇപ്പം നടത്തി വരുന്നത് ഈ അച്ഛമ്മയുടെ അനിയത്തിയുടെ വീട്ടുകാരാണ് കേട്ടോ. അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് പായസവും പപ്പടമൊക്കെ പ്രസാദമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ളൊരു പായസമായിരുന്നു കേട്ടോ. കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പപ്പടവും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ താഴത്തത് അവരുടെ വീടാണ് കേട്ടോ. ഈ അച്ഛമ്മയുടെ അനിയത്തിൻ്റെ വീട് എന്ന് പറഞ്ഞില്ല, അവിടെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. ഇവിടുത്തെ കുട്ടികളുടെയൊക്കെ ഒരു ഭാഗ്യം എന്നാണ് കേട്ടോ ഞങ്ങൾ ചിന്തിച്ചിരുന്നത്. അവർക്ക് എങ്ങനെയൊക്കെ വേണമെങ്കിലും സമയം പോവാം. അത്രയും സ്പേസാണ് ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ ഈ പശുക്കുട്ടിയൊക്കെ അവരുടേതാണ് കേട്ടോ. അപ്പോൾ ഈ 2 കുട്ടികൾ അവരുടെ കൂടെയാണ് കളിക്കുക. കുത്തണമൊന്നുമില്ല കേട്ടോ. അത് തിരിഞ്ഞപ്പോഴത്തേക്ക് എന്നെ അല്ലിക്ക് പേടിയിട്ട് അവിടെ അങ്ങോട്ട് പോയി. അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വല വെച്ചിട്ടൊക്കെ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലിപ്പോൾ എൻ്റെ അനിയത്തി ഇരുന്നിട്ട് ആടാണ്. ഈ പശുക്കുട്ടീനെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്യൂട്ടായ ഒരു പശുക്കുട്ടി. അപ്പം ഞാനും അനിയത്തിയൊക്കെ അതിനെ കളിപ്പിക്കുകയായിരുന്നു. കാരണം ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളെ വീട്ടിലും പശു ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അച്ഛമ്മയും അമ്മയൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ റബ്ബറിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് പോയി കഴിഞ്ഞാൽ ഈ വാഴത്തോട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പുഴയാണ് കേട്ടോ. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് പോലും നമുക്ക് അങ്ങോട്ട് നടക്കാൻ വാക്കിംഗ് ടൈം ഇല്ല കേട്ടോ. ഇത്രയും എടുത്താണ്. പോണ വഴിക്ക് നോക്കിയൊക്കെ ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ക നാട്ടിൻപുറമാണ് കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ അവിടുന്ന് വരണമെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അതേ പശുത്തൊഴുത്തും കാര്യങ്ങളും പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പുഴയ്ക്ക് പോവുകയാണ്. തൊട്ടടുത്താണ് കേട്ടോ പുഴ. അപ്പോൾ ഞാനിന്നൊരു ഹാപ്പി ഡേ ആണെന്ന് പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്രകൃതി രമണീയമായ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ട് ഏകദേശം ഒരു 5-6 ഇയേഴ്സ് ബാക്ക് ആയിട്ടുണ്ട്. കാരണം ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെയാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കാറുള്ളൂ. ചെറിയ കുട്ടിയാകുമ്പോൾ ഒരു 8-9 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിലാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ അമ്മായിയുടെ വീടുണ്ടിട്ട് അവിടേക്ക് വന്ന് നിൽക്കലുണ്ട്. ഞാനും ഇതേ ഒരു പഴയൊരു മോഹം ഒരു നൊസ്റ്റ് അടിപ്പിച്ചതാണ് കേട്ടോ. കാരണം ആ വെള്ളി പിടിച്ച് ഞാനും ആടിയിട്ടുണ്ടായിരുന്നു ഗീസ്. പക്ഷെ വീഴാൻ വേണ്ടി പോയി. പിന്നെ ആ മഴത്തണലിൽ കൂടി പുഴയ്ക്കൊക്കെ പോയിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ല വൈബായിരുന്നു എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് നമ്മുടെ എല്ലാ ടെൻഷനും കാര്യങ്ങളൊക്കെ മറന്ന് കുറച്ച് നേരം നമുക്കൊരു സൈലൻ്റ് ആയിരിക്കാനും കൂടെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നൊക്കെ പറയില്ലേ, അതേപോലെ നമ്മൾ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു വൈബായിരുന്നു കേട്ടോ മൊത്തത്തിൽ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. കാരണം ഞാൻ എൻ്റെ ഇപ്പോഴും പ്രത്യേകിച്ച് എൻ്റെ കൂട്ടി എന്ന് പറയുന്നത് എന്നേക്കാൾ ഏജ് കുറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ അവരുടെ വൈബിക്ക് അങ്ങോട്ട് അറ്റാച്ച്ഡ് ആവും, അഡ്ജസ്റ്റഡ് ആവും. അതുകൊണ്ട് തന്നെ നമ്മുടെ വൈബും ടോട്ടലി ചേഞ്ച് ആവും. എൻ്റെ ഏജിലുള്ള ആൾക്കാരൊന്നും എനിക്ക് കൂട്ടില്ല കേട്ടോ. കാരണം അവരൊക്കെ ഇപ്പോൾ ജോലിയിലും പുറത്തൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നെ കുറേ പേര് കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുന്നുണ്ട്.
എൻ്റെ ഏജിലുള്ള 2-3 ആൾക്കാർ മാത്രമേ ഉള്ളൂ എൻ്റെ കമ്പനിക്കാർ. ടോട്ടലി എൻ്റെ ഏജിനേക്കാളും കുറഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ അതേ അവരുടെ കുട്ടികളുടെ കൂടെ ഈ വാഴത്തോട്ടത്തിലൂടെയൊക്കെ അങ്ങനെ നടന്നു. ഇപ്പം തന്നെ എന്താണെന്ന് പറയുക, നല്ലൊരു സീനറി ആയിരുന്നു. കൂടാതെ നമുക്ക് എപ്പോഴും വരാൻ വേണ്ടി തോന്നും കേട്ടോ ഇവിടേക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചക്കിയും മാങ്ങയും വാഴക്കൊലയൊക്കെ ഇഷ്ടം പോലെ നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് ഈ സുമിത ചേച്ചിയുടെ പാർലറിക്കായിരുന്നു. നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഗിവ് അവേ വിന്നറിനെ നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ബ്രൈഡൽ വർക്ക് ഫ്രീ ആയിട്ടും ഒരു ഫേഷ്യൽ ഫ്രീ ആയിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ഗിവ് അവേ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിന് തന്നെയായിരുന്നു കേട്ടോ ഗിവ് അവേ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവളാണ് ഷബാന. അപ്പോൾ ഷബാനയ്ക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ശേഷം ഞങ്ങൾ ഒരാൾ തിരിച്ച് വരുന്ന സമയത്ത് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ മണ്ണാർക്കാടുള്ള മാളിയേക്കൽ ബേക്കറിയിൽ കയറിയിട്ട് വന്ന് ഫുഡ് കഴിച്ചു. ശേഷം ഞാൻ നന്നായിട്ടൊരു ഉറക്കം പാസ്സാക്കി കേട്ടോ. അതിനുശേഷം ഞാനും കുട്ടിയും കൂടെ ഒരു 4-4:30 ആവുന്ന സമയത്താണ് എണീച്ചത്. 2 ഫാനൊക്കെ ഇട്ടിട്ട് വേണം ഗീസ് ഇപ്പോൾ കടക്കാൻ വേണ്ടിയിട്ട്. അത്രയും ചൂടാണ്. 40-41 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ ഇവിടുത്തെ ചൂട്. പുറക്കൊക്കെ എണീച്ച് 4 മണിയായിട്ടുണ്ട് ടൈം. അപ്പോൾ അല്ലി ഇതാ പുറത്തു കൂടെ സൈക്കിളോട്ട് കളിക്കായിരുന്നു. അതേ അവളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 4:30 ഒരു 5 മണിയാവുന്ന സമയത്ത് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് റോട്ടിൽ കൂടെ. ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് തെന്നിയാൽ മതിയല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും കൂടെ നിൽക്കാറുണ്ട് കേട്ടോ വീടരുതെന്ന് വിചാരിച്ചിട്ട്. ഇതൊക്കെ നമ്മുടെ മുറ്റത്തെ മാവിൽ നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ടേ. അവളങ്ങനെ ഒരു 5-10 മിനിറ്റ് കുട്ടികളുടെ കൂടെ കളിച്ചു വന്നിട്ട് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതേ അനിയത്തിൻ്റെ ഫേവറേറ്റ് ബേക്കറി ആയിട്ടാണ് കേട്ടോ ഈ വൈറ്റ് കവട. അപ്പോൾ അതങ്ങനെ വാങ്ങി. പിന്നെ ബ്രൂ കോഫി ആയിരുന്നു കേട്ടോ. ചായ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ 40-41 ഡിഗ്രിയാണ്. വിയർത്തൊലിക്കുമെങ്കിലും നമുക്ക് വൈകിട്ട് പാലക്കാട്ടുകാർക്ക് മസ്റ്റായിട്ടൊരു ചായ വേണം കേട്ടോ. പാലക്കാട്ടുകാർ എന്നല്ല, എനിക്കും ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും വൈകുന്നേരം ആയിക്കഴിഞ്ഞാലും രാവിലെ ആയിക്കഴിഞ്ഞാലും ചായ അത് നിർബന്ധമാണ്. പിന്നെ ഈ ഒരു ഫ്രെയിം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇന്നാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ നടുവിലിരിക്കുന്നത് എങ്ങനെയുണ്ട് ഗെയ്സ്? കല്യാണം കഴിഞ്ഞിട്ട് ആൽബൊക്കെ ഉണ്ട്, പക്ഷേ കല്യാണത്തിൻ്റെ ഒരു ഫ്രെയിം പോലും ഇല്ല കേട്ടോ. ഫോട്ടോസൊക്കെ ഫോൺ ചേഞ്ച് ആക്കും തോറും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോവുകയാണ്. ഇതിലുണ്ട്, നമ്മളത് ഇപ്പോഴൊന്നും എടുത്ത് നോക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാനൊരു ഫോട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞിട്ട് വൈകിട്ട് 6 മണിക്ക് അള്ളിക്കുട്ടി വിളക്ക് വെക്കാൻ വേണ്ടി വന്നു. ഫ്രണ്ടിൽ വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പുറകിലായിട്ട് അച്ഛൻ്റെ സമാധി ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ടാണ് വിളക്ക് വെക്കുന്നത്. ഞാൻ വൈകിട്ട് മേല് കഴുകിയിട്ടില്ല. ഇപ്പോൾ രാത്രി 10 മണിയാവും കേട്ടോ മേല് കഴുകാൻ വേണ്ടിയിട്ട്. കിടക്കുമ്പോൾ അങ്ങനെ കഴുകിയിട്ട് കിടക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ അള്ളിക്കുട്ടീനെ കൊണ്ടാണ് നമ്മൾ വിളക്ക് വെപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ബാക്കിലായിട്ടുണ്ടാക്കിയ സ്റ്റാർ ഫ്രൂട്ട് ആണ് കേട്ടോ. അത് ഇത്രയും പഴുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ള രുചിയൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ പപ്പായ ചെത്തുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതായിരുന്നു. അപ്പോൾ ഞങ്ങളത് കഴിച്ചിട്ട് കുറച്ച് നേരമൊക്കെ TV കണ്ടുകൊണ്ടിരുന്നു ഗെയ്സ്. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്ന് കൂടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേ തരുന്നതായിരിക്കും കേട്ടോ. അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ആവട്ടെ. എന്നോട് ഒരാൾ ഗിവ് അവേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നല്ലൊരു ഗിഫ്റ്റ് ഗിവ് അവേ ആയിട്ട് തരും. എല്ലാവർക്കും അല്ല, ഗിവ് അവേയിൽ സെലക്ട് ചെയ്യുന്ന ആൾക്ക്. ഇതെന്തായാലും ചേട്ടൻ്റെ അമ്മ പഴനിക്ക് പോയപ്പോൾ കൊടുത്തന്നൊരു ക്ലിപ്പാണ് കേട്ടോ. അപ്പോൾ അത് കുത്തിക്കോ അവിടെ ഉണ്ടാന്ന് പറഞ്ഞിട്ട് അമ്മ തന്നതായിരുന്നു പുറത്തിരിക്കുമ്പോൾ. പിന്നെ ഞാൻ ഈ ഒരു ചെയിൻ ഇന്നലെ വാങ്ങിയതായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട് ഇൻവിസിബിൾ ചെയിൻ? എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം. കാശിക്കുട്ടൻ ഉറങ്ങി കേട്ടോ. ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ചേട്ടൻ വരാം, നമുക്കൊന്ന് ടൗണിലേക്ക് പോയിട്ട് വരാം, കുറേ ആയാലും ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും പോകുന്നത് നമ്മുടെ സ്ഥിര സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള സയാബാഗ്സ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കാശിക്കുട്ടിൻ്റെ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഡ്രസ്സ് മാറി അവനെയും കൂട്ടി. പിന്നെ അല്ലിക്കുട്ടി ചേട്ടനും അങ്ങനെ നമ്മൾ 4 കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. 5 മിനിറ്റേ ഉള്ളൂ ഇവിടുന്ന് വീട്ടിലേക്ക്. കാരണം ടൗണിൻ്റെ അടുത്താണ് കേട്ടോ എൻ്റെ വീട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊരാവശ്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് 5 മിനിറ്റും കൊണ്ട് വന്ന് വാങ്ങിക്കാം. ഏതൊരു സ്ഥലത്തേക്ക് പോകുന്നെങ്കിലും മെയിൻ ബസ് സ്റ്റാൻഡ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ യാത്രാ സൗകര്യങ്ങളും എന്തും കൊണ്ടും നമുക്കൊരു ഈസി സ്പേസ് ആണ് കേട്ടോ നമ്മുടെ വീട് എന്ന് പറയുന്നത്. അവിടുത്തെ സ്ഥലവും അറ്റ്മോസ്ഫിയർ എല്ലാം. ബൈ നമ്മൾ വന്നിട്ടുള്ളത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ അൽഫാമും ബട്ടർ നാനും ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വന്ന എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഞാൻ എപ്പോഴും ഇതാണ് കേട്ടോ ഓർഡർ ചെയ്യാറ്. കുറേ നാളായി ഒരു അൽഫാമൊക്കെ കടിച്ച് വലിച്ച് തിന്നിട്ട് അതങ്ങനെ കഴിച്ചു. അല്ലിക്കുട്ടിക്കാണെങ്കിൽ ചിക്കൻ പോപ്കോൺ ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഫ്രൈഡ് ചിക്കൻ്റെ സ്മാൾ ഐറ്റം ആണ് കേട്ടോ അത് വരുന്നത്. പിന്നെ ലൈം ജ്യൂസ് ആയിരുന്നു. എല്ലാം കൂടെ കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ ബില്ലാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും വാങ്ങില്ല കേട്ടോ. അല്ലിക്കൊരു പീസ് കേക്ക് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലെല്ലാം വന്നിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് ഗെയ്സ്. അപ്പം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയും നേരം കണ്ട നിങ്ങൾക്ക് ഒരുപാട് സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.